നമുക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ട്രയൽ ബാലൻസ്. അത് വെറുതെ കളയരുത്, വളരെ എളുപ്പമാണ്. ക്വസ്റ്റ്യനിൽ കണ്ടോ, ഇതുപോലെ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസും അതിന്റെ എമൗണ്ടും തന്നിരിക്കും. ഓക്കെ, നമ്മൾ ആകെ ഇതുപോലെ ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് വരയ്ക്കുക. അതായത് അക്കൗണ്ട് ടൈറ്റില്, ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്, എന്നിട്ട് ഈ കാണുന്ന സാധനം അങ്ങോട്ട് എഴുതിയാൽ മാത്രം മതി. അതായത് ഈ ടൈറ്റിലില്ലേ, ലെഡ്ജറിന്റെ ഈ ടൈറ്റിലുകളൊക്കെ അത് അതേപോലെ കോപ്പി അടിച്ചിട്ട് ഇതാ ഈ ഭാഗത്ത് നിറച്ചു എഴുതുക. ഓക്കെ, ഇനി ഇതിന്റെ എമൗണ്ട് ഇല്ലേ, എമൗണ്ട് എന്ത് ചെയ്യണം, എഴുതണം. പക്ഷെ ഒന്നെങ്കിൽ അത് ഡെബിറ്റിൽ എഴുതും, അല്ലെങ്കിൽ ക്രെഡിറ്റിൽ എഴുതും, ഏതെങ്കിലും ഒന്നിലാണ് എഴുതുക. ഓക്കെ, ഇതിന്റെ ഒക്കെ എമൗണ്ട് എന്ത് ചെയ്യും നമ്മൾ, ഈ അക്കൗണ്ട് എഴുതിയതിന് നേരെ തന്നെ ഒന്നെങ്കിൽ ഡെബിറ്റ് കോളത്തിൽ എഴുതും, അല്ലെങ്കിൽ ക്രെഡിറ്റ് കോളത്തിൽ എഴുതും. അത് എവിടെ എഴുതണം എന്ന് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, അത് എവിടെ എഴുതണം എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ റൂള് പഠിക്കണം. ഏതൊക്കെയാ? ഡെബിറ്റ് എക്സ്പെൻസ്. നിങ്ങളിപ്പോൾ എഴുതുന്ന അക്കൗണ്ട് ആയിട്ട് ഒരു എക്സ്പെൻസോ ഡ്രോയിങ്സോ അസറ്റോ ആണെങ്കിൽ അതിന്റെ ബാലൻസ് നിങ്ങൾ ഡെബിറ്റ് കോളത്തിലാണ് എഴുതേണ്ടത്. ഇനി നിങ്ങൾ ഒരു ലയബിലിറ്റീസോ ഇൻകമോ ക്യാപിറ്റലോ ആണെങ്കിലോ അതിന്റെ ബാലൻസ് നിങ്ങൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഇത് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കും? എടാ, EDA ഞാനിത് ഓൾറെഡി റീൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ പല ആൾക്കാർക്ക് ഇത് കത്തും. എടാ കണ്ടോ, ഈ എടാ കോഡ് ഉപയോഗിച്ചാൽ മതി. എടാ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ഡ്രോയിങ്സ് അസെറ്റ്. ക്ലിയർ ആണോ? ഇനി LIC, നമ്മൾ LIC എന്നൊക്കെ കേട്ടിട്ടില്ല ഇഷ്ടം പോലെ. ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്ന് നോക്കുക. ക്യാപിറ്റൽ LICന്റെ ഭാഗം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ എഴുതുക, അതിന്റെ ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഇനി അടുത്തതാരാ? ഫർണിച്ചർ അസറ്റ് എടാന്റെ ഭാഗം, അതായത് ഡെബിറ്റാ. അപ്പൊ ഫർണിച്ചറിന്റെ ബാലൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ വേണം എഴുതാൻ. ക്ലിയർ? ഇനി അടുത്തത് സെയിൽസ് ഒരു ഇൻകമാ. LIC ഞാൻ ലൈബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ. അപ്പൊ LICന്റെ പാർട്ടാ. അപ്പൊ സെയിൽസ് എന്ന് എഴുതിയിട്ട് അതിന്റെ ബാലൻസ് നിങ്ങൾ ക്രെഡിറ്റ് സൈഡിൽ വേണം എഴുതാൻ. ഇങ്ങനെ ആ കോഡ്, ഈ ഒരു സാധനം വെച്ച് നിങ്ങൾക്ക് ഇത് മുഴുവൻ എഴുതാൻ പറ്റും. എഴുതി കഴിഞ്ഞതിന് ശേഷം ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കൂട്ടുക, രണ്ടും ടാലി ആയിരിക്കും. അതാണ് ട്രയൽ ബാലൻസിന്റെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഏരിയ. ക്ലിയർ ആണോ? ഇനി ഈ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ വന്നാലും, മിസ്റ്റേക്ക് തിരുത്തുക എന്നൊക്കെ പറഞ്ഞ് വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ ട്രയൽ ബാലൻസ് വരയ്ക്കണം, എന്നിട്ട് ഈ റൂൾ ഉപയോഗിക്കണം, എന്നിട്ട് അത് ഫിൽ ചെയ്യണം. ഓക്കെ, എളുപ്പമല്ലേ? വളരെ കുറഞ്ഞ സമയത്തേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, എൻ്റെ പേര് കുമാരിയ. നിങ്ങൾക്ക് ഇതുപോലുള്ള മറ്റ് വീഡിയോസുമായി നമുക്ക് കാണാം. അതുവരെ ബൈ.